സൂറത്തുൽ ഫജ്ർ 17-ാമത്തെ ആയത്ത് മുതൽ 30 വരെ, അതായത് സൂറത്തിൻ്റെ അവസാനം വരെയാണ് നമുക്ക് പാരായണം ചെയ്യാൻ ബാക്കിയുള്ളത്. അതിലുള്ള വളരെ അത്യാവശ്യമായ നിയമവശങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഓരോ ആയത്തുകളും ഓതും. അതിൻ്റെ കൂടെ നിങ്ങളും പിന്നാലെ പാരായണം ചെയ്യുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. أعوذ بالله من الشيطان الرجيم. ശ്രദ്ധിക്കേണ്ടത് കല്ല എന്ന് പറഞ്ഞിട്ട് വഖഫ് ചെയ്യാം. അൽ വസ്ലു ഔല എന്ന് അവിടെ ചേർത്തോതലാണ് ഉത്തമം. വഖഫ് ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല. കല്ലായുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നാം മുമ്പ് സൂചിപ്പിച്ചതാണ്. അതിൽപ്പെട്ട ഒരു കല്ലയാണ് ഇവിടെ. വഖഫ് ചെയ്യാവുന്നതാണ്. വഖഫ് ചെയ്താൽ പിന്നെ ബാക്കി ഓതിയാൽ മതി. ചേർത്തോതുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ബല്ല തുക്രിമൂന എന്നത് 2 ലാമിനെയും ഇദ്ഗാം ചെയ്ത് ഒറ്റ ലാമാക്കണം. തുക്രിമൂന, റായിന് തർഖീഖ്. അൽ യതീം വഖഫ് ചെയ്യുമ്പോൾ ദീർഘം നൽകാവുന്നതാണ്. തവസ്സുത്തിൻ്റെ 4 ഹർക്കത്ത് 5 ഹർക്കത്ത് അളവ് വരെ, അല്ലെങ്കിൽ പൂർത്തിയാക്കി 6 ഹർക്കത്ത് വരെയും ദീർഘം നൽകി വഖഫ് ചെയ്യാം. കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം. അടുത്ത ആയത്തിൽ വലാ തഹാദ്ദൂന എന്ന് പറയുമ്പോൾ മദ് ലാസിം മുസഖൽ കലിമി എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. തൽക്കാലം മദ് ലാസിം എന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. മറ്റുള്ള വിശദാംശങ്ങളിലേക്ക് പിന്നീട് നമുക്ക് കടക്കാം മദ്ദിൻ്റെ ഭാഗം വിശദീകരിക്കുമ്പോൾ. ഇവിടുത്തെ ഹുക്മ് ആ ദീർഘം 6 ഹർക്കത്തിൻ്റെ അളവിൽ നൽകൽ നിർബന്ധമാണ് എന്നതാണ്. വലാ തഹാദ്ദൂന. പിന്നെ അൽ മിസ്കീൻ എന്നിടത്തുള്ള ജായിസായ ദീർഘം വഖഫിന് വേണ്ടിയുള്ളതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. വലാ തഹാദ്ദൂന അലാ ത്വആമിൽ മിസ്കീൻ. വതഅകുലൂന, അവിടെ വതഅകുലൂന എന്നോ വതഅകുലൂന എന്നൊന്നായി പറഞ്ഞത്. തഅകുലൂന എന്ന് തസ്ഹീലായിക്കൊണ്ട്, അല്ലെങ്കിൽ വതഅകുലൂന ഹംസയെ ചലിപ്പിച്ചുകൊണ്ട് സുക്കൂൻ ഹർക്കത്ത് പോലെ പറയാനും പാടില്ല. അത്തുറാസ റായിന് തഫ്ഖീം നൽകണം. അക്ലൻ ലമ്മൻ എന്നിടത്ത് അക്ലല്ലമ്മ, ഇദ്ഗാം ബിലാ ഗുന്ന. وتأكلون التراث أكلا لما. ആയത്ത് അവസാനിച്ചപ്പോൾ ലമ്മ എന്ന് അധികം നീട്ടരുത് കേട്ടോ, 2 ഹർക്കത്തിൻ്റെ അളവിൽ മാത്രം. അടുത്ത ആയത്തിലും അങ്ങനെ തന്നെ ജമ്മ, അവിടെ 2 ഹർക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകി നിർത്തണം. അതുപോലെ ദക്കൻ ദക്ക, അവിടെ ഒക്കെ അത് തന്നെയാണ്. ശേഷമുള്ള അലിഫ് വരുന്നിടത്തൊക്കെയും 2 ഹർക്കത്തിൻ്റെ അളവിൽ മാത്രം ദീർഘിപ്പിച്ചുകൊണ്ട് മതിയാക്കണം വഖഫിൽ. അധികം നീട്ടാൻ പാടില്ല. വതുഹിബ്ബൂന, ഹാഇൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മധ്യത്തിൽ നിന്നാണ്, ശ്രദ്ധിക്കുക. അൽ മാല ഹുബ്ബൻ, ഹാ അവിടെയും വരുന്നു. ഹുബ്ബൻ ജമ്മ, ഹുബ്ബൻ ഇഖ്ഫാ ചെയ്യാന്നാണ്, അവ്യക്തമാക്കി മണിച്ചുകൊണ്ട്. ജമ്മ മീം മുശദ്ദദ, ശദ്ദുള്ള മീമിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ. കല്ല ദീർഘം നൽകൽ ജായിസാണ്. മദ് മുൻഫസിൽ ജായിസ്, 4-5 ഹർക്കത്തിൻ്റെ അളവിൽ നീട്ടൽ അനുവദനീയമാണ്.
ദുഃഖത്തിൽ അർദു ദക്കൻ ദക്ക, അവിടെ ഇഖ്ഫാ ചെയ്യണം. ദക്കൻ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ആ തൻവീനെ ഉച്ചരിക്കണം. كلا إذا دكت الأرض دكا دكا. وجاء മദ് മുത്തസിൽ വാജിബ്, നിർബന്ധമായും ദീർഘിപ്പിക്കണം. ഒറ്റ പദത്തിലാണ് അലിഫും ശേഷം ഹംസയും വന്നത്. റബ്ബുക റായിനെ തഫ്ഖീം ചെയ്യുക, പെരുപ്പിച്ച് പറയുക, ശ്രദ്ധിക്കുക. വൽ മലക്കു സഫൻ സഫ, അവിടെ സഫൻ എന്ന തൻവീനിനെ ഇഖ്ഫാ ചെയ്യുക, അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ശേഷമുള്ള അക്ഷരം സ്വാദാണ്, ഇസ്തിഅലാഹിൻ്റെ തഫ്ഖീമിൻ്റെ അക്ഷരമാണ് എന്നതുകൊണ്ട് ആ തൻവീനിലും അല്ലെങ്കിൽ ആ മണിക്കലിലും എന്ത് വരുന്നു? തഫ്ഖീം വരുന്നു എന്നതും ശ്രദ്ധേയമാണ്. وجاء ربك والملك صفا صفا. അടുത്ത പദത്തിലും മദ് മുത്തസിൽ വാജിബ്. വജീഅ, അവിടെയും ദീർഘം നൽകൽ നിർബന്ധമാണ്. യൗമഇദിൻ ബിജഹന്നം, യൗമഇദിൻ എന്നത് ഇഖ്ലാബിൻ്റെ സന്ദർഭമാണ്. അവിടെ തൻവീനിനെ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ലാബിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഇന്ന് നാം ഇൽഹാറാണ് പഠിച്ചിട്ടുള്ളത്. ബിജഹന്നം, നൂനിന് മുഷദ്ദദ അവിടെ മണിച്ചുകൊണ്ട് പറയണം. പിന്നീട് യൗമഇദിൻ യതദക്കറു, അവിടെ ഇദ്ഗാം ബിഗുന്ന മണിച്ചുകൊണ്ട് ലയിപ്പിക്കണം. യതദക്കറുൽ ഇൻസാനു ഇഖ്ഫാ ചെയ്യുക, അവ്യക്തമാക്കി മണിക്കുക. വ അന്ന ഷദ്ദുള്ള നൂനിനെ മണിക്കുക. ലഹു ദിക്റാ, റാ എന്ന റായിനെ തഫ്ഖീം ചെയ്യണം. അലിഫിലും ആ തഫ്ഖീം നിലനിൽക്കുന്നു. വഖഫ് ചെയ്യുമ്പോൾ 2 ഹർക്കത്തിൻ്റെ അളവിൽ അതിനെ നീട്ടാവൂ, അധികം നീട്ടരുത്. ദിക്റാ ബസ്. وجيء يومئذ بجهنم. يومئذ يتذكر الإنسان وأنى له الذكرى. അടുത്ത ആയത്തിൽ യഖൂലു യാ ലൈതനി ഖദ്ദംതു, 2 ഖാഫുകളും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. യാ ലൈതനി, നീ എന്ന യായിനെ അധികം നീട്ടരുത്. അതുപോലെ തന്നെ ലി ഹയാതി, വഖഫ് ചെയ്യുമ്പോഴും ആ യായിൽ അധികം ദീർഘം നൽകാൻ പാടില്ല. 2 ഹർക്കത്തിൻ്റെ അളവിൽ മാത്രമേ ദീർഘം വരികയുള്ളൂ. يقول يا ليتني قدمت لحياتي. അടുത്ത വചനത്തിൽ ഫയൗമഇദിൻ ലാ, ഇദ്ഗാം ബിലാ ഗുന്ന, അല്പം പോലും തൻവീനിൽ മണിക്കാൻ പാടില്ല. അതിനെ പൂർണ്ണമായും ലാമിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് മണിക്കാതെ ഉച്ചരിക്കുക. ഇദ്ഗാം ബിലാ ഗുന്ന. അദാബഹു അഹദ്, മദ്ദുസ്സില അൽ കബീറ അല്ലെങ്കിൽ അൽ കുബ്ര, മദ്ദുസ്സിലത്ത് അൽ കുബ്ര, തവീല, അങ്ങനെ പല പേരുകളും പറയും. പക്ഷെ അത് മദ് മുൻഫസിലിൻ്റെ ഹുക്മ തന്നെയാണ്. അവിടെ ദീർഘം നൽകുകയും നൽകാതിരിക്കുകയും ചെയ്യാം, ജായിസായ ദീർഘം. فيومئذ لا يعذب عذابه أحد. ولا يوثق وثاقه أحد, അതിലുള്ള ദീർഘവും
സെയിം നിയമം തന്നെ നേരത്തെ പറഞ്ഞ ദുസ്സില അൽ കുബ്ര മുൻഫസിലിൻ്റെ ഹുക്കുമുള്ള ദീർഘമാണ്. ദീർഘം നൽകുകയും നൽകാതിരിക്കുകയും അനുവദനീയമാണ്. ولا يوثق وثاقه أحد. يا أيتها മദ് മുൻഫസിൽ ജായിസ്, അവിടെയും അനുവദനീയമായ ദീർഘം. അന്നഫ്സു ഷദ്ദുള്ള നൂനിനെ മണിച്ചുകൊണ്ട്. അൽ മുത്മഇന്ന ത്വാഇന് ഖൽഖല മഇന്ന മുത്മഇന്ന ഷദ്ദുള്ള നൂനിനെ മണിക്കുക. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. ഇർജിഇ എന്ന റായിന് തഫ്ഖീമാണ് കൊടുക്കേണ്ടത്. കാരണം ആ കസ്ർ അസ്ലിയായ സ്ഥിരപ്പെട്ട കസ്റല്ല എന്നതുകൊണ്ട് നാം മുമ്പ് സൂചിപ്പിച്ചതാണ്. അതായത് റായിൻ്റെ മുമ്പിലുള്ള കസ്ർ. ഇർജിഇ എന്ന ദീർഘം ജായിസ് മുൻഫസിൽ. ഇല റബ്ബികി റാദിയതൻ മർദിയ, അവിടെയും ഇദ്ഗാം ബിഗുന്ന മണിച്ചുകൊണ്ട് പറയും. ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. ഫദ്ഖുലി ദാലിന് ഖൽഖലത്ത് കൊടുക്കുക. ഫി ഇബാദി, ആ ദീർഘം പ്രത്യേകം ശ്രദ്ധിക്കുക. 2 ഹർക്കത്തിൻ്റെ അളവിൽ ഒതുക്കണം. അതിൽ കൂടുതൽ നീട്ടാൻ പാടില്ല. ഖസ്ർ കൂടുതൽ നീട്ടാൻ പാടില്ല. വഖഫ് ചെയ്യുമ്പോൾ ഇബാദി എന്ന് കൂടുതൽ നീട്ടിപ്പോകരുത്. അതുപോലെ വദ്ഖുലി ജന്നതി, അവിടെയും അധികം നീട്ടരുത്. ജന്നതി എന്ന് പറയുമ്പോൾ നൂനിന് ഷദ്ദുണ്ട്, മണിക്കണം. ഫദ്ഖുലി ഫീ ഇബാദി. وادخلي جنتي. بسم الله الرحمن الرحيم. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما
كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي.